നിങ്ങൾ ഈ പാട്ടൊന്ന് കേട്ടോ കേട്ടാ. ഇത് ഓൾറെഡി ഞാൻ ജിമിനി ആപ്പ് വെച്ചിട്ട് നിർമ്മിച്ച പാട്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പാട്ടും നിർമ്മിക്കാൻ പറ്റും, വീഡിയോയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാട്ട് പ്ലേ ചെയ്ത് നോക്കണേ. കുരങ്ങമ്മാമൻ ചാടി മറിഞ്ഞു, ഹായ് പൂച്ച ചേച്ചി മീശ പിരിച്ചു, മ്യാവു നായ ഓടിച്ചെന്നു വാലാട്ടിക്കളിച്ചു, ബൗ ബൗ കിളിയും കുരുവിയും പാട്ടുപാടി, ചിൽ ചിൽ കാക്കക്കറുമ്പി കാക്ക കൂവി, മയിലാട്ടം കണ്ടു നമ്മൾ ചിരിച്ചു, ഹോ ഹോ ആനയമാമൻ തുമ്പിക്കൈ വീശി, ഹോയ് സിംഹരാജൻ ഗർജിച്ചു, ഹ ഹ ഹ. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് സോങ് നിർമ്മിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സോങ്ങും നിർമ്മിക്കാൻ പറ്റും, വീഡിയോയും ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു കോമഡി സോങ്, കോമഡി മ്യൂസിക്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കിഡ്സിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് വീഡിയോ നിർമ്മിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നും ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഫുള്ള് വീഡിയോസ് വാച്ച് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി. ജസ്റ്റ് ഒന്ന് ആദ്യം മുതൽ രണ്ടാമതൊന്നും കൂടി കണ്ടാൽ മതി. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഫുള്ള് ഫ്രീ ആണ് കേട്ടോ, ഫുള്ള് ഫ്രീ ആണ്. നിങ്ങൾക്ക് ഒരു നയ പൈസ കൊടുക്കേണ്ടി വരില്ല. ഇതിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വേറെയും ഓൾറെഡി സോങ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ജിമിനി ആപ്പ് കേട്ടാ. കുരങ്ങമ്മാമൻ ചാടി മറിഞ്ഞു, ഹായ് പൂച്ച ചേച്ചി മീശ പിരിച്ചു, മ്യാവു നായ ഓടിച്ചെന്നു വാലാട്ടിക്കളിച്ചു, ബൗ ബൗ കിളിയും കുരുവിയും പാട്ടുപാടി, ചിൽ 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 കാക്കക്കറുമ്പി കാക്ക കൂവി, മയിലാട്ടം കണ്ടു നമ്മൾ ചിരിച്ചു, ഹോ ഹോ ആന. വളരെ പെർഫെക്റ്റ് ആണ്, വളരെ ഡീറ്റെയിൽസിംഗ് ആയിട്ട് നമുക്ക് ഓൾറെഡി സോങ് നിർമ്മിച്ചു തരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഏത് പശ്ചാത്തല സംഗീതം ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പാട്ടായിക്കോട്ടെ, ഇംഗ്ലീഷ് സോങ് ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാപ്പിളപ്പാട്ടായിക്കോട്ടെ, എന്ത് സോങ് വേണമെങ്കിൽ നമുക്ക് ഒറ്റൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. പ്രോംപ്റ്റും ആരടുത്തും പോയിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ പ്രോംപ്റ്റ് എവിടെ നിന്ന് കിട്ടുന്നു, എങ്ങനെയാണ് ഈ സോങ് നിർമ്മിക്കേണ്ടതെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഒന്നും കിട്ടത്തില്ല. ഇത് ഓൾറെഡി നമ്മൾ നിർമ്മിക്കുന്ന സോങ്ങാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സോങ്ങാണ്, നമുക്ക് കോപ്പിറൈറ്റ് ഒന്നും കിട്ടത്തില്ല. ഞാൻ ഓൾറെഡി ഇതിൽ വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ വേറൊരു സോങ്ങും കൂടി പ്ലേ ചെയ്തിട്ട് കാണിച്ചു തരാട്ടെ. ഇതൊക്കെ ഞാൻ ഓൾറെഡി ഇതിൽ ട്രൈ ചെയ്തിട്ട് ആക്കിയതാണ്. അതിന് ശേഷം നിങ്ങൾക്ക് ജിമിനി ആപ്പിൽ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ അതിന് എന്തൊക്കെയാണ് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യേണ്ടത്, എന്നിട്ടാണ് നമുക്ക് എങ്ങനെ മലയാളത്തിൽ സോങ് ക്രിയേറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലേക്കും എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഈ ഒരു സോങ്ങും കൂടി കാണാം. കുരങ്ങമ്മാമൻ ചാടി മറിഞ്ഞു, ഹായ് പൂച്ച ചേച്ചി മീശ പിരിച്ചു, മ്യാവു നായ ഓടി. ഇതൊരു സോങ് മാത്രമല്ല കേട്ടാ, ഇത് ഓൾറെഡി ഇതേ സോങ് അല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ഞാൻ വേറൊരു ഇത് വേണമെങ്കിൽ ഒരു പുഴനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി ചോദിച്ചതാണ്. പുഴനെ കുറിച്ചിട്ട് എങ്ങനെയാണ് പാട്ടാക്കി തരുന്ന നോക്കാം. എത്ര പെർഫെക്റ്റ് ആണ്. ഒരു ഗായകി എങ്ങനെ പാടും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗായകൻ എങ്ങനെ പാടും, അതുപോലെ മ്യൂസിക് മീറ്റർ എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഓൾറെഡി സോങ് ആക്കി കിട്ടുന്നുണ്ട്. ഇത് ആര് പാടിയതാന്ന് പോലും തിരിച്ചറിയുന്നില്ല. അതുപോലത്തെ ക്രിയേഷനാണ് ഓൾറെഡി ജിമിനി ആപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്യോട്ടെ. ഇത് ട്രാക്ക് മാറ്റാം. ഇത് ഓൾറെഡി മലയാളത്തിലാണുള്ളത്. മലയാളത്തിൽ കൊടുത്താലാണ് നമുക്ക് മലയാളത്തിൽ കിട്ടുക. അപ്പോൾ ഇത് ആദ്യം എങ്ങനെയാണ് സോങ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതിന് ശേഷം ഈ സോങ് എടുത്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് എങ്ങനെ ഒരു കോമഡി വീഡിയോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സോങ്, അല്ലെങ്കിൽ ഒരു പുഴേനെ കുറിച്ചിട്ട് ഒരു സോങ് ഇടുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എല്ലാം ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ ഞാൻ ഫുള്ള് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് വീഡിയോസ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് നിരന്തരമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾക്ക് ഈ ഒറ്റൊരു സോങ് ഇട്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി സോങ്ങും ഈ ഇങ്ങനത്തെ ഇമോജികളും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇമേജുകളും വീഡിയോസും ഇട്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി മോണിറ്റേഷൻ കിട്ടും. നിങ്ങളെ ചാനൽ നല്ല പെർഫെക്റ്റ് ഒരു
സോങ് മ്യൂസിക് ഇത് ചാനലായി മാറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടന്റ് ഇടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഒരു ചാനൽ കൊണ്ടുപോകാൻ പറ്റും. ഇതുപോലത്തെ ചാനൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ഇത് ഓൾറെഡി ഇതുപോലത്തെ ചാനലുണ്ട്. ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ഒന്നും വേണ്ട, നമുക്ക് ഇതിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യട്ടെ. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അങ്ങനത്തെ ചാനലുകൾ എത്ര വ്യൂസ് വരുന്നുണ്ടെന്ന് കേട്ടോ. ഇതിൽ ഞാൻ ഓൾറെഡി ആപ്ലിക്കേഷനിൽ ചെയ്യുന്നതാണ്, വേറെ പെയ്ഡ് ആപ്ലിക്കേഷനിൽ ചെയ്തതാണ്. നമുക്ക് പെയ്ഡ് അല്ലാതെ ഫ്രീ ആയിട്ട് ആദ്യം ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്ക് പെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നല്ല ആപ്ലിക്കേഷനിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ 9 വർഷം മുന്നല്ലോ കേട്ടിട്ടുണ്ടാവും. ഇത് കുറേ 9 വർഷം മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ്. ഇതിൻ്റെയൊക്കെ വ്യൂസ് നോക്കണം നിങ്ങൾ. ഇതിൻ്റെയൊക്കെ വ്യൂസ് 300 മില്യൺ ആട്ടാ. 300 മില്യണാണ് വ്യൂസ്. അപ്പോൾ അതുപോലത്തെ കുറേ ഓൾറെഡി ഇങ്ങനത്തെ സോങ്ങുകളുണ്ട് കേട്ടോ. $20 മില്യണാണ് കേട്ടോ വ്യൂസ്. 4 മാസം മുന്നേ 20 മില്യണാണ് ഇതിൻ്റെ വ്യൂസ്. റിയൽ ആയിട്ടുള്ള വ്യൂസാണ് 20 മില്യൺ. ഓക്കെ, ജസ്റ്റ് നോക്കാം എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ട് നോക്കാം. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. വെറും 36 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. 36 വീഡിയോസ് 9 മില്യന്, 8 മില്യന്, ഓക്കെ 5 മില്യന്. എത്ര വീഡിയോസ് ഇട്ടിട്ടുള്ളത്? ആകെ 36 വീഡിയോസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 36 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനത്തെ സോങ്ങുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് 2 മിനിറ്റ് 3 മിനിറ്റുള്ള വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റെല്ലാം ഉണ്ട് ഓരോ വീഡിയോക്ക്. ഒരു വീഡിയോ പോലും ഇതിൽ ലാസ്റ്റ് ഇട്ട വീഡിയോക്ക് പോലും 4 മാസം മുന്നേ ഇട്ട വീഡിയോക്ക് പോലും 20 മില്യനാണ് വ്യൂസ്. പിന്നെ 9.3 മില്യന് ഇങ്ങനെയാണ് വ്യൂസ് വരുന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്താൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. ഇത് ഒറ്റൊരു വീഡിയോ പോലും ഇല്ല. 1 വ്യൂസ് 2 വ്യൂസ് 5 വ്യൂസിൻ്റെ വീഡിയോസേ ഇല്ല. 5 മില്യൺ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇട്ട് 4 മാസം ഇതെല്ലാം ഓൾറെഡി അങ്ങനെ തന്നെ സോങ് കേട്ടോ. അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ട് അടിപൊളിയായിട്ട് സോങ്ങും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി. ഇതെല്ലാം കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഇതെന്നെ നോക്കിയിരിക്കും. അപ്പോൾ ഇത്ര പെർഫെക്റ്റ് അല്ല. നിങ്ങൾക്ക് ഇതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു വളരെ സിമിലറായിട്ട് തോന്നുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഓൾറെഡി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് സോങ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ, അതിന് ശേഷമാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം സോങ്ങിലേക്ക് കിടക്കട്ടെ. സോങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ജിമിനി ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം പ്ലേ സ്റ്റോറിൽ നിന്ന്. അതിനുശേഷം ജിമിനി ആപ്പ് ഓപ്പൺ ചെയ്യുക. ജിമിനി ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇത് ഇംഗ്ലീഷിലേക്ക് ആക്കണം. ഇംഗ്ലീഷിലുണ്ടെങ്കിൽ മലയാളത്തിലേക്ക് ആക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ചിലപ്പോൾ ഇത് ഇംഗ്ലീഷിലായിരിക്കും നിങ്ങളിൽ ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ആദ്യം സ്റ്റാർട്ടിങ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ലോഗോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ലോഗോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെറ്റിങ്സിൽ പോകുക കേട്ടോ. സെറ്റിങ്സിൽ ഇതിലെൻ്റെ ക്രമീകരണം എന്നാണ് കാണിക്കുന്നത്, മലയാളത്തിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് എന്നൊരു ഭാഷ എന്നൊരു സെക്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളിൽ ലാംഗ്വേജ് എന്നായിരിക്കും കാണിക്കുന്നില്ല, എൻ്റെ ഭാഷ എന്നാണ് കാണിക്കുന്നുള്ളത്. സംഭവം എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി മലയാളത്തിൽ ഇത് ഇട്ടത് കൊണ്ടാണ്. ഇത് ഇംഗ്ലീഷിലുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും കാണിക്കും കേട്ടോ. ഭാഷ ചേഞ്ച് ചെയ്യുന്ന ഇംഗ്ലീഷിൽ ഓൾറെഡി ഇവിടെ ഇംഗ്ലീഷിൽ കാണിച്ചതിന് ഞാൻ ഓൾറെഡി ഇംഗ്ലീഷിൽ ആക്കിയിട്ടുണ്ട് ഞാനിപ്പം. ഓക്കെ, ഓൾറെഡി ഇപ്പോൾ ഇംഗ്ലീഷിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിലല്ല നമുക്ക് വേണ്ടത് മലയാളത്തിലാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഇംഗ്ലീഷിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സിൽ പോകാം. ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പിന്നെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രോപ്പർ നിങ്ങൾ ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുള്ളത്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കാണിക്കുന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഇവിടെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇംഗ്ലീഷ് എന്നുള്ളത് അത് മലയാളത്തിലേക്ക് ഇവിടെ മലയാളം എന്ന് പറഞ്ഞിട്ട് കൊടുക്കട്ടെ. അതിൻ്റെ താഴത്താണെങ്കിൽ മലയാളം, കന്നഡ പല ലാംഗ്വേജും ഉണ്ട്. അതിൽ മലയാളം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക.
റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി അത് മലയാളത്തിലേക്ക് കൺവേർട്ടായി. അതിനുശേഷം വേറൊരു കാര്യമുണ്ട്, ഇവിടെ നിങ്ങൾക്ക് താഴത്ത് ഇവിടെ വേറൊരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ വേറെ എന്തായിരിക്കും. അപ്പോൾ മലയാളത്തിലാണ് നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ മാത്രം മലയാളം സോങ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെങ്കിൽ മലയാളം ഇവിടെ വേഗത എന്നുള്ളൊരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് താഴത്ത് വേഗത എന്നുള്ളൊരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്യട്ടെ. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ചിന്തിക്കുന്നു എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നുള്ളത്. മലയാളത്തിലാണെങ്കിൽ ചിന്തിക്കുന്നു എന്നായിരിക്കും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചിന്തിക്കുന്നു എന്നതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ചിന്തിക്കുന്നു എന്ന് ആക്കിയിട്ട് വെക്കണം. അതിന് ശേഷം ഇനിയാണ് പണി. ഇതിപ്പോൾ ഓൾറെഡി ഇത്ര സെറ്റിങ്സ് ചെയ്താൽ മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഇതിൽ താഴത്ത് കാണിക്കുന്ന ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സൂം ആക്കിയിട്ട് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കുന്നു എന്നായിരിക്കും കാണിക്കുന്നില്ല കേട്ടോ. ഇവിടെ ചിന്തിക്കുന്നു എന്നായിരിക്കും കാണിക്കുന്നുള്ളത്. അപ്പോൾ ഈ ചിന്തിക്കുന്നതിലേക്കാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് വേഗത എന്നായിരിക്കും നിങ്ങളിലുള്ളതെന്നുണ്ടെങ്കിൽ വേഗതയിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതെന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചിന്തിക്കുന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾറെഡി ചിന്തിക്കുന്നു എന്നുള്ളത് സെക്ഷൻ ഓൾറെഡി സെറ്റായി. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ചാറ്റ് ജിപിടിയിലേക്ക് പോകട്ടെ. നേരെ ഒരു മിനിറ്റ് വെയിറ്റ്. ഓക്കെ, ഇനി പോകേണ്ടത് നമ്മൾ ചാറ്റ് ജിപിടിയിലേക്കാണ്. അപ്പോൾ ചാറ്റ് ജിപിടിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ ചാറ്റ് ജിപിടിയിൽ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കുക, ന്യൂ എടുക്കുക. ന്യൂ എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ സെർച്ച് ചെയ്തു. ഞാൻ ഓൾറെഡി ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്, നിങ്ങൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കീവേഡ്സിനനുസരിച്ച് നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി മലയാളം ട്രാൻസ്ലേറ്റർ, ഇംഗ്ലീഷിൽ മലയാളം ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഓൾറെഡി ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് മലയാളം കീവേഡ്സ് ഇല്ല. മലയാളം കീവേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അറിയുന്ന ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓൾറെഡി ചാറ്റ് ജിപിടിക്ക് മനസ്സിലായിക്കോളൂ. അതിന് ശേഷം നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് മലയാളത്തിൽ വേണമെന്നാണ് കേട്ടോ. അപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എനിക്ക് ആനയെക്കുറിച്ച് ഒരു സോങ് തയ്യാറാക്കാൻ വേണ്ടി പ്രോമിറ്റ് എന്ന് പറഞ്ഞത് മലയാളത്തിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് സ്പെല്ലിങ് കിട്ടത്തില്ല. അപ്പോൾ പ്രോമിറ്റ് വേണം മലയാളത്തിൽ എന്നാണ് ഞാൻ ഓൾറെഡി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചിട്ടാണ് സോങ് വേണ്ടത് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കണം. അതിന് ശേഷം പ്രോമിറ്റ് എന്ന് കൊടുക്കുക, മലയാളത്തിൽ വേണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. മലയാളത്തിൽ തന്നില്ലെങ്കിൽ നമുക്ക് രണ്ടാമത് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓൾറെഡി ഇത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ലൈവായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നുള്ളത്. അതിന് ശേഷം എന്ത് ചെയ്ത് ഇത് ഓൾറെഡി ഒരു പ്രോംപ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഓക്കെ, നമുക്കിവിടെ ഒരു സ്ക്രിപ്റ്റ് ഒരു പ്രോംപ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഇത് ഓൾറെഡി ഇങ്ങനെ കൊടുത്താലും മതി. നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൂട്ടുകാര രസമായ ഒരു മലയാളത്തിൽ പാട്ട് എഴുതി ലളിതമായ വാക്കുകൾ പറഞ്ഞില്ലേ, അത് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഇങ്ങനെ കൊടുക്കുക, ആനയെ കൂട്ടുകാരോ ഒക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ 3 ചോദ്യം ഉൾപ്പെടുത്തുക, എഴുത ഭാഷ മലയാളത്തിൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഈ സ്ക്രിപ്റ്റ് മാത്രം എടുത്തിട്ടുണ്ട്, കോപ്പി ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു മഹത്തായ കാട്ടാനയെക്കുറിച്ച് ഓക്കെ ഓൾറെഡി അത് തൃശ്ശൂർ എന്നൊക്കെ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. നമുക്കത് ജിമിനിയിലേക്ക് ഇട്ട് നോക്കാം, എങ്ങനെ കിട്ടും നോക്കാം. സോങ് ചെയ്യാനുണ്ട്. നമ്മൾ ഓൾറെഡി ചിന്തിക്കുന്നു എന്നിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യട്ടെ. ഇവിടെ നിങ്ങൾക്ക് ലൈൻ കാണുന്നുണ്ടല്ലോ, ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ചിത്രം സൃഷ്ടിക്കുക എന്നുള്ളൊരു സെക്ഷൻ കാണുന്നുണ്ടാവും, മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു സെക്ഷൻ കാണുന്നുണ്ടാവും, ക്യാൻവാസ് എന്ന് കാണിക്കുന്നുണ്ടാവും. ഇവിടെ കുറേ വേറെ എന്തൊക്കെ കാണുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് എന്താ വെച്ചാൽ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ പല തരത്തിലുള്ള മ്യൂസിക്കിൻ്റെ കുറേ ഇത് കാണിക്കുന്നുണ്ടാവും കേട്ടോ. ഇവിടെ ഫോക്ക്, പിന്നെ 90 കളി, ലാറ്റിൻ, ഇങ്ങനത്തെ കുറേ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടാവും. റൈബ് ഒക്കെ, റെഗെ, ഇത് മലയാളത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. സിനിമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ സിനിമാറ്റിക്, പിന്നെ കോമഡി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോമഡി എന്ന് ഇതാക്കിയത്, ബാൻഡ് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെന്നും കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പ്രോംപ്റ്റ് ഇതിൽ കൊടുത്താൽ തന്നെ ചിലപ്പോൾ നമുക്ക്
നല്ല അടിപൊളിയായിട്ട് സോങ് കിട്ടും കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മ്യൂസിക് അത് ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ ചേഞ്ച് ആക്കിയിട്ട് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം ഏതാണോ പെർഫെക്റ്റ് കിട്ടുന്നത് നോക്കാം. സിനിമാറ്റിക് വേണമെങ്കിൽ സിനിമാറ്റിക് ആക്കാം, പോപ്പ് വേണമെന്നുണ്ടെങ്കിൽ പോപ്പ് ആക്കാം, കോമഡി സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ കോമഡി സ്റ്റൈലിലാക്കാം. നമുക്കിതിപ്പോൾ ഓൾറെഡി ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു മ്യൂസിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് വരുന്നത് നോക്കാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ തന്നെ ഓൾറെഡി ഇതിൽ ഗാനം റെഡിയായി കിട്ടും. ഓക്കെ, നമുക്ക് ഓൾറെഡി ഇതിൽ ഗാനം സ്ക്രിപ്റ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ സോങ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ എങ്ങനെ വന്നിട്ടുള്ളത്. ഗജരാജൻ നെറ്റിപ്പട്ടം അണിഞ്ഞോണേ കപ്പുരിസൻ കാനവിൽ തൃശൂർ പൂരം കണ്ടോണേ ചെണ്ടമേളം ഏറുമ്പോൾ ഭൂമിയിൽ ദേവരാജൻ നീ. ചെറിയൊരു വരി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി സോങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് പാട്ട് വേണമെന്നുണ്ടെങ്കിൽ അതേ സെയിം ഇത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അതിൻ്റെ നെക്സ്റ്റ് ലൈൻ സെയിം നെക്സ്റ്റ് ലൈൻ കൊടുക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ഒരു മ്യൂസിക് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ മ്യൂസിക് എങ്ങനെ വരുന്നത് അറിയില്ല, നോക്കാം കേട്ടോ. തുടർച്ച വരികൾ ഓൾറെഡി ഇങ്ങനെ കൊടുത്തു. അതിന് ശേഷം കോപ്പി എടുക്കാം. ഓക്കെ, അതിലേക്ക് അതേപോലെ നേരത്തെ വന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിനെങ്ങനെ കിട്ടും നോക്കാം. അതേ ഇതുണ്ട് അല്ല മ്യൂസിക് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ജസ്റ്റ് കുറച്ച് ലൈനേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് ലൈന് എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓരോ പ്രോംപ്റ്റും സെയിം ടു സെയിം എന്ന് പറഞ്ഞിട്ട് വേറെ വേറെ പ്രോംപ്റ്റിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. കാടിൻ മഞ്ഞിൽ കാൽപ്പാട് വീഴും നെറ്റിപ്പട്ടമണിഞ്ഞോനെ കപ്പൂരിസം കണി കാണാൻ തൃശൂർ പൂരം കണ്ടോനെ ചെണ്ടമേളം കേട്ടുണരും ഭൂമിയിലെ ദേവ. ഇത് നെക്സ്റ്റ് ലൈനായിട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളിയാണ്. അപ്പം നെക്സ്റ്റ് ലൈനായിട്ട് കൊടുക്കുക. ആദ്യത്തെ ലൈന് കാണിച്ചു തരാം. ആദ്യത്തെ ഇതാണ് കേട്ടോ. നോക്കട്ടെ, ട്രാക്കും മ്യൂസിക്കും ചിലപ്പോൾ മാറും. ഇത് ഹമ്മിങ് ആണ്. ഓക്കെ, ഹമ്മിങ്. നെക്സ്റ്റ് ലൈനായിട്ട് അത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. നെറ്റിപ്പട്ടം അണിഞ്ഞോണേ കപ്പുരിസൻ കാനവിൽ തൃശൂർ പൂരം കണ്ടോണേ ചെണ്ടമേളം. ഓക്കെ, അതാണ്. അപ്പം അടുത്ത ലൈന് ഇത് കൊടുക്കാമല്ലോ. കാടിൻ മഞ്ഞിൽ കാൽപ്പാട് വീഴും നെറ്റിപ്പട്ടമണിഞ്ഞോനെ കപ്പൂരിസം കണി കാണാൻ തൃശൂർ പൂരം കണ്ടോനെ ചെണ്ടമേളം കേട്ടുണരും. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഇത് രണ്ട് ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് ഒരേ സോങ് ആക്കിയിട്ട് നമുക്ക് വേറൊരു വലിയൊരു സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ഓരോ ലൈൻ എടുത്തിട്ട് ഇതിലിട്ടാൽ മതി കേട്ടോ. ഇതിലിട്ടാൽ മതി. നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ആ ലൈന് ഇപ്പോൾ ഞാൻ ഓൾറെഡി എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ ഞാൻ ഓൾറെഡി ട്രാൻസ്ലേറ്റർ എടുക്കുന്നുണ്ട്. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓൾറെഡി ഒരു ഇവിടെ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ആനയെക്കുറിച്ച് സോങ് വേണം, പക്ഷേ അത് വലിയ ഒരു സോങ് ആയിട്ടുള്ള ഫുൾ സോങ് ആണ് വേണ്ടത്. അതിൻ്റെ സ്ക്രിപ്റ്റ് 4 ഭാഗമായി ചെയ്യണം. അതിനുശേഷം അതിൻ്റെ വേണം തമ്മിൽ ജിമിനി ആപ്പിലാണ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി മ്യൂസിക് എല്ലാം സെയിം ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഷെയർ എന്നായിപ്പോയി. സെയിം ടു സെയിം.
ഓക്കെ. മ്യൂസിക് നമുക്ക് സെയിം ടു സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി അത് ജസ്റ്റ് ഒന്ന് ചാറ്റ് ജിപിടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരുന്നുണ്ടോ നോക്കാം. ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരടക്കം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ, പാർട്ട് 1 ഇൻട്രോ തന്നിട്ടുണ്ട്, രണ്ടാമത്തെ പാർട്ടുണ്ട്, മൂന്നാമത്തെ പാർട്ടുണ്ട്, നാലാമത്തെ പാർട്ടുണ്ട്, അഞ്ചാമത്തെ പാർട്ട് ഇല്ല. ഓക്കെ, 4 പാർട്ടായിട്ട് തന്നിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു പാർട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പാർട്ട് മാത്രം എടുക്കാം കേട്ടോ. ഈ പാർട്ട് മാത്രം എടുത്തിട്ട് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി അത് മ്യൂസിക് എന്ന സെക്ഷനിൽ പോകണം കേട്ടോ. നിങ്ങളിവിടെ താഴത്ത് കാണിക്കുന്നുണ്ട് മ്യൂസിക്കിനാണ് ഉള്ളത്. അപ്പോൾ മ്യൂസിക് ക്രിയേറ്റിൽ തന്നെ പോകണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് കിട്ടത്തില്ല, നിങ്ങൾക്ക് ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ശ്രദ്ധിക്കണം കേട്ടോ. മ്യൂസിക് സെക്ഷനിൽ പോയാൽ മാത്രമേ നമുക്ക് മ്യൂസിക് കിട്ടത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അപ്പോഴത്തേക്കാകുമ്പോൾ നമുക്ക് സോങ് റെഡിയായി കിട്ടും. ഇതിപ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ നോക്കാം. ഞാൻ ഓൾറെഡി ഇത് ലൈവായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നുള്ളത്. അതല്ലാതെ ഞാൻ വീഡിയോ കുറേ കട്ട് ചെയ്ത് കുറച്ചേ കട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ കുറേ കട്ട് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഇത് ലൈവാണ് കേട്ടോ. കാടിൻ മഞ്ഞിൽ കാൽപ്പാട് വീഴും നെറ്റിപ്പട്ടമണിഞ്ഞ ഗജരാജൻ, കാപ്പറിസൺ തിളങ്ങും കനവിൽ തൃശ്ശൂർ പൂരം. ആദ്യത്തെ ഒരു സോങ് കണ്ടിട്ട് നമുക്ക് ഇതേപോലത്തെ പുഴനെ കുറിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നാടിനെ കുറിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ നാടിനെ കുറിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും എന്തിനെ കുറിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനിത് ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് പാർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, രണ്ടാമത്തെ പാർട്ട്. അപ്പോൾ സെയിം ഇതിനെ കോപ്പി ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് വരുന്നുള്ളത് നോക്കാം കേട്ടോ. രണ്ടാമത്തെ പാർട്ട് അതേ സെയിം വരികൾ വരുന്നുണ്ടോ അതല്ല വേറെ വ്യത്യാസം വരുന്നുണ്ടോ നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വെയിറ്റ്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എല്ലാത്തിനും. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. കാടിൻ മഞ്ഞിൽ കാൽപ്പാട് വീഴും നെറ്റിപ്പട്ടമണിഞ്ഞ ഗജരാജൻ, കാപ്പറിസൺ തിളങ്ങും കനവിൽ. ആദ്യത്തെ ലൈൻ ഇതായിരുന്നു. കാടിൻ മഞ്ഞിൽ കാൽപ്പാട് വീഴും നെറ്റിപ്പട്ടമണിഞ്ഞ ഗജരാ. രണ്ടാമത്തെ ലൈൻ ഇതാണ്. കാടിൻ മഞ്ഞിൽ കാൽപ്പാട് വീഴും നെറ്റിപ്പട്ടമണിഞ്ഞ ഗജരാജൻ, കാപ്പറിസൺ തിളങ്ങും കനവിൽ തൃശ്ശൂർ പൂരം കാണും മുകിലായി. ചെണ്ടമേളമുണർത്തും ദേവൻ ഭൂമിയിലെ വിശ്വനായകൻ. ഇവിടെ താഴത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ജിമിനിയാണ് അതിൻ്റെ തെറ്റുകൾ സംഭവിക്കാം. AI ആണ് തെറ്റുകൾ സംഭവിക്കാം. ഓൾറെഡി മലയാളത്തിൽ നമുക്കിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ, തെറ്റുകൾ സംഭവിക്കാമെന്ന്. പക്ഷേ തെറ്റുകളൊന്നും സംഭവിക്കുന്നില്ല, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ മൂന്നാമത്തെ ലൈൻ എടുത്ത് നോക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ലൈൻ എടുത്തു, ഇനി മൂന്നാമത്തെ ലൈൻ എന്താണ് വരുന്നത് നോക്കട്ടെ. മൂന്നാമത്തെ ലൈനും കിട്ടിയിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കാടിൻ മഞ്ഞിൽ കാൽപ്പാട് വീഴും നെറ്റിപ്പട്ടമണിഞ്ഞ ഗജരാജൻ, കാപ്പറിസൺ തിളങ്ങും കനവിൽ തൃശ്ശൂർ പൂരം കാണും മുകിലായി. ചെണ്ടമേളമുണർത്തും
കുഴപ്പമില്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്. മ്യൂസിക് എല്ലാം സെയിം ആണ്, കുഴപ്പമൊന്നുമില്ല. ഒരേ ഇത് ഒന്നിച്ചിട്ട് ഇടാം കേട്ടോ, നമുക്കൊരു കുഴപ്പമില്ല. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇപ്പം ഞാൻ ഓൾറെഡി അത് ഫുൾ എടുക്കുന്നില്ല. അപ്പം ഞാൻ ഓൾറെഡി 3 ഇത് സെക്ഷൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ഇതെടുക്കാം. അതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ടോപ്പിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ, ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ഏതാണ് ട്രാക്ക് ഏതാണോ നമുക്കിത് സേവ് ആകുന്നത്, MP ഫയലിലാണോ വീഡിയോ ഫയലിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ MP ഫയലിലാണെന്നുണ്ടെങ്കിൽ MP3 ക്ലിക്ക് ചെയ്യാം കേട്ടോ. MP3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം രണ്ടാമത്തെ ഇതെടുക്കുക. ഇതെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇതേപോലെ സെയിം ആയിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ട്രാക്ക് ഇത് ഓൾറെഡി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത്, അപ്പം നിങ്ങൾ ഇതുപോലെ സോങ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി സോങ് കിട്ടി, നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡെല്ലാം ചെയ്തെടുത്ത് MP ഫയലിലേക്കെല്ലാം വന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോങ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക, അത് പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം ഓൾറെഡി സോങ് നിങ്ങൾക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സോങ്ങിനെ 1, 2, 3 എഡിറ്റിംഗ് ആപ്പിലിട്ടിട്ട് എല്ലാ സോങ്ങും ഒന്നാക്കി മാച്ച് ചെയ്ത് നോക്കാം. മാച്ച് ചെയ്ത് നോക്കാൻ ഇപ്പോൾ ഇത് ഓൾറെഡി സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കുറേ ലേറ്റായി. അപ്പോൾ നിങ്ങൾ ഓൾറെഡി വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ ലെങ്തി ആയിപ്പോവും, നിങ്ങൾക്ക് വീഡിയോ കാണാനുള്ള സമയം ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോസ് തയ്യാറാക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ള് വീഡിയോ വാച്ച് ചെയ്തിട്ട് രണ്ടാമത് ഒന്നും കൂടി ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ വാച്ച് ചെയ്യുക. ഒന്നും കൂടി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ഈ സോങ് ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് മനസ്സിലാവും. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സംശയം ചോദിക്കാട്ടെ. ഞാൻ ഓൾറെഡി വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ഓൾറെഡി കുറേ മെമ്പേഴ്സ് ഉണ്ട്, അവരുടെ അടുത്തെല്ലാം ചോദിച്ചാലും അവർ ഓൾറെഡി ഞാൻ റീപ്ലൈ തരും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഗ്രൂപ്പിൽ കയറിയിട്ട് ചോദിച്ചാലും മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഇത് റിപ്പീറ്റ് ആയിട്ട് കണ്ടാൽ മതി. നെക്സ്റ്റ് വീഡിയോ ഞാൻ ഈ സോങ് വെച്ചിട്ട് നമുക്കൊരു മ്യൂസിക് ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നായിരിക്കും ഞാൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിരിക്കും ഞാൻ ഇടുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സോങ് വെച്ചിട്ട് തന്നെ ആയിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മനസ്സിലാക്കി വെക്കാം. അതിന് ശേഷം നിങ്ങൾ ആ വീഡിയോസ് എങ്ങനെയാണ് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതെന്ന്